പേളിമാനെ വിളിച്ചു. ആറാട്ടർ പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ കട്ട് ചെയ്തു, അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. എന്നാൽ ഇതേ പേളിമാനി എന്നെ ലുലുമാളിൽ വെച്ച് ഇന്നാൾ കണ്ടപ്പോൾ മീഡിയയുടെ മുമ്പിൽ വലിയ ഷോ കാണിച്ചു, പരിചയമുള്ള കാണിച്ചു. എനിക്ക് പ്രശ്നം തോന്നിക്കണം ആദ്യം അഭിനയിച്ച മൈമ നമ്പ്യാരോടാണ്. അതെന്താ കുഴപ്പം? ആരാണ് ഇത്ര അഹങ്കരിക്കാൻ? 12th വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. അവൻ്റെ അമ്മ വലിയ തള്ളിറക്കുന്നു, മല്ലിക തള്ളിറക്കണം, അവൻ പഠിക്കാൻ എടുക്കണമായിരുന്നു. അവൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പണ്ട് പറഞ്ഞിട്ട് വലിയ എടുക്കണമെന്നായില്ല. ഇവിടെ ഒന്നും കിട്ടാതെ കൊണ്ടാണ് പോലും ഓസ്ട്രേലിയയിൽ പോയി പഠിച്ചത്. മീനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. മീന ഒരു വർഗോ വുമണാണ്, മഞ്ജു വാര്യരെ പോലെ ഉള്ള ക്യൂട്ടാണ്, സ്വീറ്റാണ്. മുന്തിരിവെളിക്ക് തളക്കുമ്പോൾ നല്ല അഭിനയമായിരുന്നു. നമ്മളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഫോട്ടോ വെച്ചിൽ വെച്ചാൽ അത്ര പാവം കൂട്ടിയായിട്ട് തോന്നിയിട്ടില്ല. അത് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് അത്ര പാവമല്ല. ഇനിയിപ്പോൾ ഞാനായിട്ട് ലിങ്ക് ചെയ്ത് ക്രഷ് ഉണ്ടാക്കണ്ട, ക്രഷ് ഉണ്ടായിരുന്നൊരു കാലത്ത്, അത് ശരിയാണ്. അവരെന്നെ പറഞ്ഞു അവർക്ക് കല്യാണം താല്പര്യമില്ല. എനിക്ക് ഒരാളെ വളരെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഒരു കോമ്പറ്റബിൾ ആണോ അറിയില്ല. മറ്റാരുമല്ല, മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറാണ്. പുള്ളിക്കാർക്ക് ഞാൻ അറിയുകയും ചെയ്യാം, 2 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഐറ്റം ഡാൻസ് ഒരിക്കലും ചെയ്യില്ല പറഞ്ഞ ആളാണ്. എന്നിട്ട് ഭാരത് കാറിലും നിയമകലക്കിൽ വേറെ കാറിൽ ഇരുന്നുകൊണ്ട് ഈ ജയിലറിലെ രജനീകാന്ത്, മോഹൻലാലും ശിവരാജ് കുമാർ. എനിക്ക് പ്രശ്നം തോന്നിക്കണം ആദ്യം അഭിനയിച്ച മൈമ നമ്പ്യാരോടാണ്. അതെന്താ കുഴപ്പം? കാവാലെ പാട്ടിനോട് ചുവട് വെക്കുന്നു. ഇതിനെ ഡബിൾ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡ് എന്നല്ല പറയേണ്ടത്. ഒരിക്കലും ഐറ്റം സോങ് ചെയ്യില്ലെന്ന് പറയുകയും ചെയ്തു. ശ്രീനിവാസൻ കാണിച്ച അതേ പണി തന്നെ ധ്യാൻ ശ്രീനിവാസൻ ചെയ്യണം. ധ്യാൻ ശ്രീനിവാസൻ ഇപ്പോൾ ഇന്റർവ്യൂവിലൂടെ വലിയ ഫേമസ് ആയിരിക്കുന്നു. എന്ത് ക്വാളിറ്റിയാണുള്ളത്? ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി പോലും അവൻ എടുത്തില്ല. ഒരു കാലത്ത് ഡ്രഗ്സ് ഉപയോഗിച്ച ആളാണ്.